ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിവ്യൂ എന്ന് വെച്ചാൽ ARMന്റെ റിവ്യൂ ആണ്. നമ്മളിപ്പോ കണ്ടിട്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ. രാവിലെ ഉറക്കപ്പിച്ചിലൊക്കെ പോയി കാണുന്നത്. അപ്പൊ അതിന്റെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി എല്ലാവർക്കും അറിയാം, ജോമോൻ ടി ജോൺ ആണ് നമ്മുടെ അതിന്റെ സിനിമോട്ടോഗ്രാഫർ അല്ലെ. പിന്നെ ഡയറക്റ്റഡ് ബൈ ആരാണ്? ജിതിൻ ലാലിന്റെ ഡയറക്ഷൻ ആണ്. റിട്ടേൺ ബൈ സുജിത് നമ്പ്യാർ ആണ് നമ്മുടെ അതിന്റെ കഥയെല്ലാം എഴുതിയേക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർഡ് ബൈ അറിയാലോ, ലിസ്റ്റിൻ സ്റ്റീഫൻ. പിന്നെ നമ്മുടെ നായകൻ ടോവിനോ തോമസ്. ഗൈസ്, സത്യം പറഞ്ഞ ടോവിനോ തോമസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല, കിടുവാണ്. സത്യമായിട്ടും അഴിഞ്ഞാടിയിട്ട് എന്ത് പറയാ, വേറെ ലെവല്. സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി ലുക്കിലോട്ട് വരാനുള്ളത് കിഡുവാണ് കേട്ടോ. കുറച്ച് സമയം എടുത്താണ് ഈ മൂവി എടുത്തെന്ന് തോന്നുന്നു. മണിയന്റെ കഥ ആക്ച്വലി മണിയന്റെ കഥ മാത്രം ഇറക്കിയായിരുന്നെങ്കിൽ ഈ പടം ഇതിനേക്കാൾ ഹിറ്റായത്. ഹൈപ്പിൽ പോയി. സത്യം മണിയന്റെ കഥ, മണിയന്റെ ആക്ടിങ്, മണിയന്റെ ലുക്ക്, ഗെറ്റപ്പ് എല്ലാം പൊളിയായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാല് പടം, എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പടം മണിയനെ വെച്ച് മാത്രം ചെയ്യായിരുന്നെങ്കിൽ പടം ഇതിനേക്കാളും അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ പടം ഒരു 70-60% ഗുഡ്, അത്രേ ഉള്ളൂ. ഒരു അടിപൊളി പടം എന്ന് പറയുന്നത്. അഭിനയിച്ച അടിപൊളിയാണ്, അതിന്റെ വിഷ്വലൈസേഷൻ അടിപൊളിയാണ്, സിനിമോട്ടോഗ്രാഫി അടിപൊളിയാണ്, കാണാനും ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ സൂപ്പറാണ്. BGM കാര്യങ്ങളെല്ലാം ത്രൂ ഔട്ട് ഒരു മുത്തശ്ശി കഥയല്ലേ, ഒരു പറയുകയാണെങ്കിൽ ഒരു മുത്തശ്ശി കഥ. പക്ഷെ അതിനെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന മണിയൻ ത്രൂ ഔട്ടും മണിയന്റെ മാത്രം മൂവി ആയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഹൈപ്പിൽ പോയ സിനിമ. സത്യം ഗൈസ്, ഒത്തിരി കാര്യം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഈ പടത്തിനകത്ത്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. ശരി, നമുക്ക് കണ്ടുവയ്ക്കുമ്പോൾ മനസ്സിലാവും. അത്ര വലിയ സസ്പെൻസ് ത്രില്ലർ അങ്ങനത്തെ മൂവീസ് ഒന്നും അല്ല, നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും സിനിമ എങ്ങനെയാ നമ്മുടെ ട്രാക്ക് പോകുന്നത്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാകാൻ പറ്റും. സത്യം അല്ലെ. പിന്നെ നമ്മൾ ഒത്തിരി ക്യാമിയോ ഞങ്ങൾ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമിയോ റോൾ എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ പൊളിയായിരുന്നു. കുറച്ച് രണ്ടുപേരെ കൂടെ ഒരു ഫൈനലോട്ട് ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിട്ടുള്ളത്. എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാൾ നല്ലത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ക്യാമിയോ ഒന്നില്ലെങ്കിലും ബേസിൽ ജോസഫ് ഉണ്ടായിരുന്നു, അത് സൂപ്പർ ആയിരുന്നു. ബേസിലുണ്ട്, എല്ലാവർക്കും അറിയാലോ പടത്തിൽ ബേസിലുണ്ടെന്ന് അറിയാം. പറഞ്ഞപ്പോ എന്തായാലും കാണാൻ പോലെ ആൾക്കാർ. ബേസിലുണ്ട് അതിനകത്ത്, നിങ്ങൾ പോയി കണ്ടു. ബേസിൽ നല്ല രസമായിട്ടുണ്ട്, കൊള്ളാം. എനിക്ക് അടിപൊളി. ബേസിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഹാപ്പിനെസ്, ലൈക്ക് ബേസിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനൊക്കെ കാണും, ഒരു രസം. സത്യം പടം ഞാൻ പറഞ്ഞല്ലോ, ഓവറോള് ഓക്കെ അടിപൊളിയാണ്. പക്ഷെ ഇച്ചിരി കൂടെ ബെറ്റർ ആവായിരുന്നു. എന്തൊക്കെയോ ക്ലൈമാക്സിലൊക്കെ എവിടെയൊക്കെയോ ഒരു കൊച്ചു ഇതൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമാക്സ് ആക്കായിരുന്നു ശരിക്കും. കുറെ നാൾക്ക് ശേഷം ലൈക്ക് ഒരു 2018 മൂവിന് കഴിഞ്ഞതിന് അടിപൊളിയായിട്ട് ഒരു പിന്നെയും ടോവിനെ പറ്റി ഒന്നും പറയാൻ കേട്ടോ. ടോവിനോടെ ഇതും സിനിമോട്ടോഗ്രാഫി വേറെ ലെവല്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ കൂടുതൽ ഒന്നും പറയുന്നില്ല. പക്ഷെ പടം നല്ലതാണ്. എന്നിരുന്നാലും എന്റെ ഒപ്പീനിയൻ, എനിക്കൊരു ആവറേജ് ഇതൊക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാൻ പടം നല്ലതാണെന്ന് പറയാൻ കാരണം ടോവിനോട് ആക്ടിങ്ങും അതിന്റെ സിനിമോട്ടോഗ്രാഫി മേക്കിങ്ങും പൊളിയായിരുന്നു. സ്ക്രിപ്റ്റ് ഇച്ചിരി കൂടെ അടിപൊളി ആക്കായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. മീനുന് സ്ക്രിപ്റ്റ് എന്റെ ഒരു അഭിപ്രായത്തിൽ മണിയൻ ഫുൾ ഓവറോൾ വന്നിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. എന്നാലും പ്രശ്നമില്ല. പക്ഷെ മണിയന്റെ കഥ ഒരു 70-80% കാണിച്ചിട്ട് കംപ്ലീറ്റ് ആകണമെങ്കിൽ മണിയൻ ത്രൂ ഔട്ട് ആ മൂവിയിൽ ഉണ്ടായിരുന്നു. അത്ര അടിപൊളി അവസാനം വരെ മണിയന്റെ കഥ മാത്രം കാണിക്കാറുണ്ടെങ്കിൽ നല്ല രസം. നമുക്ക് വിഷ്വലി നല്ല രസമായിരുന്നു. ഭയങ്കര വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മള് കണ്ടു, ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത പടത്തിന്റെ റിവ്യൂ ഇന്ന് നമ്മൾ കൊണ്ടല് കാണാൻ പോകുന്നുണ്ട്. കൊണ്ടലിന്റെ റിവ്യൂ. അപ്പം ബൈ ഗൈസ്.